നമസ്കാരം. നമ്മളൊരു വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കോ ഗവൺമെൻറ്റിനോ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ നമ്മൾ പല കാര്യങ്ങളും സൂചിപ്പിക്കാറുണ്ട്. അതനുസരിച്ചുള്ള രീതിയിൽ അന്വേഷണം നടത്തേണ്ടത് ബന്ധപ്പെട്ട ഏജൻസിയോ അല്ല വകുപ്പോ ആണ്. പക്ഷെ പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് വളരെ കുറച്ച് ഒരു 10 വർഷത്തിൽ താഴെ ഉള്ള ഒരു പ്രശ്നമാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് തോന്നുന്നു. ഉദ്യോഗസ്ഥന്മാരെല്ലാം അവനവന് പറ്റുന്ന രീതിയിൽ അവനവന് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നു ആ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, കണ്ണൂർ എ ഡി എം ആയിരുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലയുടെ രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു നിന്ന ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ്, അതായത് റവന്യൂ വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഈ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണം വന്ന സമയത്ത് നമ്മളെല്ലാം പറഞ്ഞു റവന്യൂ വകുപ്പ് കറക്റ്റായിട്ട് അന്വേഷിക്കും. സാധാരണഗതിയിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയോ അന്വേഷണ കമ്മീഷനെ വെക്കുന്ന സമയത്ത്, അന്വേഷണ കമ്മീഷനെ വെക്കുന്ന സമയത്ത് ഇന്നതൊക്കെ അന്വേഷിക്കണമെന്ന് പറയും. ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ വെക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് തങ്ങളിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നവീൻ ബാബുവിൻ്റെ മരണശേഷം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറോട് അദ്ദേഹത്തിൻ്റെ വകുപ്പ് തല അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിൽ ഈ പറഞ്ഞ വകുപ്പ് തല അന്വേഷണം നടത്താൻ ഉത്തരവിട്ട ആള് റവന്യൂ വകുപ്പ് അസിസ്റ്റന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. എല്ലാ വകുപ്പിനും ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ഏറ്റവും ടോപ്പിൽ ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ് നടന്നു വരുന്ന ഒരു കീഴ്വഴക്കം. പക്ഷേ ആ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? പെട്രോൾ പമ്പ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളുടെ അപേക്ഷ വന്നിരുന്നോ? അതിൽ NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിന് പാരിതോഷികം അല്ലെങ്കിൽ കൈക്കൂലിയായി നവീൻ ബാബു എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആ ജില്ലയുടെ പരമാധികാരിയായിരിക്കുന്ന കളക്ടർ അരുൺ കെ വിജയനെ വെള്ളപൂശുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പെരുമാറി അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിഷ്പക്ഷമായ അന്വേഷണം ഈ പറഞ്ഞ രീതിയിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി ഒരു വേദിയിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായി വന്നു. വളരെ പാവമായ ഒരു മനുഷ്യൻ, നമുക്ക് തോന്നുന്ന ഒരു നമ്മളോടൊപ്പമുള്ള നമ്മളെപ്പോലെ പെരുമാറുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കാവുന്നതും കരുതാവുന്ന ഒരാളാണ് റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് തങ്ങളുടെ കീഴിലുള്ള ഒരു IAS ഓഫീസറെ സഹായിക്കുന്നതിന് വേണ്ടി IASകാരനല്ലാത്ത നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ സമയത്ത് ഇന്നത് മാത്രം അന്വേഷിച്ചാൽ മതിയെന്ന് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ കളക്ടർ അങ്ങനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യ, കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രിയായി ചമയുന്ന ആ മഹതി അവിടെ എന്തിനു ചെന്നു എന്നതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞില്ല. ആകെ അന്വേഷിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രശാന്തൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഒരു അപേക്ഷ തന്നിരുന്നു, അതിന് NOC കൊടുത്ത സമയത്ത് എന്തെങ്കിലും പാരിതോഷികം മേടിച്ചിരുന്നു. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് ഈ റവന്യൂ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും പല IASകാരികളൊക്കെ അവിടെ പോയി ഇന്ന് കരഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കരയുക, എൻ്റെ സഹോദര തുല്യനായിരുന്നു എന്ന മനുഷ്യനെന്ന് പറയുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി പിന്നൊന്നും പറഞ്ഞില്ല. മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പല കാര്യങ്ങളും, തൻ്റെ കഴിഞ്ഞകാല പ്രവൃത്തി കൊണ്ട് തനിക്കുണ്ടായ അല്ലെ സമൂഹത്തോടുണ്ടാക്കിയ അല്ലെങ്കിൽ പല തെറ്റുകളും മൂടി വെക്കുവാൻ വേണ്ടി സഹായിച്ച സർക്കാർ എന്ന നിലയിൽ സർക്കാരിനെ വെള്ളപൂശി നടപടി സ്വീകരിച്ചെങ്കിൽ പോലും മലയാളപ്പുഴയിൽ വന്ന് കാണിച്ച കണ്ണുനീരിന് വെറും ജാടയായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നാൻ. അദ്ദേഹത്തിന് IAS ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ IAS ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കൺഫേംഡ് IASകാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചേനെ. IAS ലോബി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ കൈ കെട്ടിപ്പെട്ടിരിക്കുന്നു നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാർക്ക് എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രിക്ക് പോലും മിണ്ടാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ചുറ്റുപാടുമുള്ള സ്പെഷ്യൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കൊക്കെ എതിരെ CBI എൻക്വയറിയും ചിലർ ജയിലിൽ കിടക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രഥമമായ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
ഒരാളിൻ്റെ മരണത്തിൽ പോലും ഇങ്ങനെ മതി എന്നാണ് ഒരു റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കാൻ അയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്, ആരാണ് ശുപാർശ ചെയ്തതെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. CBI അന്വേഷണം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അങ്ങനെ മറ്റു പല കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാമല്ലോ. അങ്ങനെ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം. ഒരു മനുഷ്യൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ മരിച്ചു, അത് തന്നെയാണ് പലയിടത്തും കാണുന്നത്. അതിനപ്പുറം മറ്റൊന്നുമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് പൈസ കൊടുത്തോ അവരത് ചെയ്താൽ മതി. അതാണല്ലോ നമ്മുടെ വനംവകുപ്പ് മന്ത്രി പോലും പലപ്പോഴും പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോലും പറയുന്നത്, ആന എത്തിയോ പന്നി എത്തിയോ എങ്ങനെ നിങ്ങൾ ചത്താലും, തട്ടിച്ചത്താലും കുത്തിച്ചത്താലും നിങ്ങളുടെ വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് മന്ത്രിയുടെയോ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അതാണ് മുമ്പോട്ടെടുത്ത് കാണിക്കുന്നത്. കാശ് തന്നല്ലോ, ഇനി വേറെ പണി നോക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഈ മരണം ഉണ്ടായ സമയം മുതൽ അരുൺ കെ വിജയനെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് IAS ലോബി എടുത്തതെന്നും അതിന് മൂളുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആഭ്യന്തര വകുപ്പും ചെയ്തതെന്ന് വേണം പറയുവാൻ. സത്യമൊരിക്കൽ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാലം കുറേ അതിക്രമിച്ചേക്കാം. ഇതിൽ പലരും ഒരുപക്ഷെ ഭൂമിക്ക് പുറത്ത് ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരിക്കൽ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള ഓർമ്മ അന്ന് നിങ്ങളെ കാലം കള്ളൻ എന്ന് വിളിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ കോടികൾ കൊണ്ട് സമ്പാദിക്കാം. IASന്റെ പിൻബലത്തിൽ രാഷ്ട്രീയക്കാർ അവർക്ക് നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സപ്പോർട്ട് അടിക്കാം. പക്ഷേ നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരയും ഈ നാട്ടിൽ എപ്പോഴും ചോദ്യത്തിൽപ്പെടും എന്നുള്ള ഓർമ്മ ഓരോ ഉദ്യോഗസ്ഥനും വേണമെന്ന് മാത്രമേ ഇത്തരുണത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.